ഹലോ ഫ്രണ്ട്സ്, ഇതാ നമ്മളിന്ന് നെല്ലിക്ക വെച്ചിട്ട് അടിപൊളി നെല്ലിക്ക ഉണ്ടാക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചില നെല്ലിക്ക അരിനെല്ലിക്കയാണ്, മറ്റ നെല്ലിക്കയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെ വരുന്നു ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നിതാ നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആവി കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ വേഗം അതിലേക്ക് നമ്മൾ ഉപ്പിലിടുമ്പോൾ ഇതുപോലെ ആവി കയറ്റിയിട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പൊക്കെ പിടിക്കും. അതുപോലെ മധുരം ഇതിലേക്ക് നന്നായി പെട്ടെന്ന് പിടിച്ച് വരും. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി കയറി കിട്ടും കേട്ടോ. നല്ല ചൂടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് ആവി കയറ്റിയെടുക്കാൻ. ആവി കയറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. കുറച്ച് നെല്ലിക്കാണ്, എങ്ങനെ സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് 2 അച്ച് വെല്ലം കൂടി എടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്ക, ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്കയിലൊന്ന് പിടിച്ച് വരുമ്പോൾ ഈ നെല്ലിക്കയിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ ഒന്ന് നന്നായി തിളച്ച് വറ്റി വരണം. നല്ല കളർ മാറി കിട്ടും കേട്ടോ. 2 ദിവസം ഇതുപോലെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന അതേ നെല്ലിക്കയാണ് കേട്ടോ. ഒറിജിനൽ തേനല്ല. ഇപ്പോൾ ചിലയിടത്ത് മാത്രമേ നല്ല തേനുള്ളൂ. ലേശം ലെമണിൻ്റെ ജ്യൂസ് കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമുറി കഷ്ണം അതിൻ്റെ ഒരു കുരു വേണ്ടിയിട്ടുണ്ട്, അതിനെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നന്നായി തിളച്ച് വരും കേട്ടോ. നല്ല തിളച്ച് നെല്ലിക്കാൻ തന്നെ കളർ മാറി വരും. വെള്ളമൊക്കെ നമുക്ക് ഒന്ന് ഉരുകി വരും കേട്ടോ. ഇതിലേക്ക് നന്നായി പിടിച്ച് വരും. നല്ല നെല്ലിക്കയെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിടിച്ചിട്ട് നല്ല കാശം ആവും. ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത് അരിനെല്ലിക്കയാണല്ലോ, അല്ല കാട്ടുനെല്ലിക്കയാണല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു ചമർപ്പ് കൂടുതലുള്ള നെല്ലിക്കയാണ്. അതുകൊണ്ട് 2-3 ദിവസം എടുക്കായിരിക്കും ചമർത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ. മറ്റേ നെല്ലിക്കയാകുമ്പോൾ ചമർപ്പില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പിടിച്ച് കിട്ടും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. ഇതാ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെ കഴിച്ച് കഴിഞ്ഞ് ലേശമുള്ളൂ കേട്ടോ. അതിലേക്ക് പിടിച്ച് ചുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്രയാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണുമ്പോൾ ലേശം പോലെ തോന്നുന്നത്. കുറച്ച് കുപ്പിയിൽ ഒരു 1/2 ബോട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ, ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഹർത്താൾ ദിവസം വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വേറെ കുട്ടിക്ക് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മുറ്റില്ലല്ലോ. അന്നേരം വീട്ടിൻ്റെ മുകളിലാണ് കേട്ടോ കളിക്കാറ്. അപ്പുറത്തിപ്പോൾ വണ്ടിയൊക്കെ വരുന്ന സമയത്തുകൊണ്ട് ഒരു വഴിക്ക് തന്നെയാണ് കളിക്കുന്നത്. അപ്പുറത്ത് കളിക്കാനൊക്കെ പോക്കാറുണ്ട്, പക്ഷേ കുട്ടികളൊന്നും വന്നില്ല തോന്നിട്ട്. അല്ലെങ്കിൽ അവൻ മാത്രമേ പോകുള്ളൂ, ഇവനെ വിടലില്ല. കുഞ്ഞല്ലേ. നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ പറയാം. ബൈ.